മണി 12:40. ഇതുവരെ ഒരു ഓർഡർ അടിച്ചില്ല. എന്ത് ചെയ്യാൻ? വൈശൂട്ട് എന്ത് ചെയ്യാം? ഓർഡർ അടിച്ചില്ല. ജോലിക്ക് പോകണം വേണ്ടേ? പുതിയ ഡ്രസ്സ് വൈശൂട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നല്ല ആഹാരം കഴിച്ച് നല്ല കുറച്ച് വണ്ണം കയറ്റിയ ഓക്കെ. കഴിക്കില്ലല്ലോ, അതല്ലേ വിഷയം. ടാറ്റ, പോണ സമയമായി. 12:40. ഒരു ഓർഡർ അടിച്ചില്ല. ഓക്കെ, നമുക്ക് തന്നെ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. തറവാട്ടിൽ തനിമ റെസ്റ്റോറൻറ്റ്, പൂജപ്പുര. ഇവിടെ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ദൂരമുണ്ട്. ആക്സെപ്റ്റ്. ഇതെന്ന് തോന്നുന്നു ക്യാഷ് ലിമിറ്റ് ബ്രീച്ച് ആയി. പക്ഷേ തുടക്കമേ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ പറ്റണം. ഗൂഗിൾ പേ ആണെങ്കിൽ കുഴപ്പമില്ല. ക്യാഷ് നന്ദി അക്കൗണ്ടിൽ ആകപ്പെട്ട 500 രൂപ ഉള്ളൂ. ടാറ്റ, ബാബാ, സി പോയിട്ട്. അപ്പോൾ റൈഡിൽ എനിക്ക് ചെറിയ പ്രൊമോഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയുടെ ഇൻഷുറൻസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റ് സൂപ്പറായിട്ട് ചെയ്ത് തരും. താഴെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ DM ചെയ്താൽ മാത്രം മതി. എല്ലാം സെറ്റ് ചെയ്ത് തരാം. ഓക്കെ. അപ്പോൾ പേഴ്സ്, ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. റെയിൻകോട്ടിന് ആവശ്യമുണ്ട്. കാരണം ഇടയ്ക്ക് ഇത്തിരി മഴ ഉണ്ടെന്നാണ് കാണിക്കുന്നത് വെതർ റിപ്പോർട്ടിൽ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇരിക്കും കയ്യിൽ. ചെറിയൊരു മഴയായിരിക്കും വേണത്. എൻ്റെ അമ്മ ഇവിടെ ഒടുക്കുന്ന തിരക്കാണല്ലോ. ഈ വർഷം വരെ റെഡി ആവോ നോക്കട്ടെ. നമ്മളെ തന്നെ കൈ കാണിച്ചത്. ഹായ് ബ്രോ, ആരാണ് മനസ്സിലായില്ല? നമ്മൾ കാണാറുണ്ടോ വീഡിയോസൊക്കെ? അപ്പു നീയാണ് ഇങ്ങനെ കവർ ചെയ്ത മുഖത്തൊക്കെ? അത് ശരിയാണല്ലേ, ഞാനിങ്ങനെ പോണത് കൊടുക്കാതെണ്ണം. പിന്നെ പാട്ട് കുഴപ്പമില്ല. റെഡി ആയിട്ടുണ്ട്. 9752 മീൻ ഫിഷ് ചട്ടിച്ചോറ്. ചട്ടിച്ചോറാണ്, പൊട്ടാതെ കൊണ്ടുപോകണം. പോടാ, ഇന്നോടുണ്ടല്ലേ. ഈസ്റ്ററല്ലേ, നല്ല ഓഫർ കാണും. പോട്ടാ, അപ്പം നോക്കി വർക്ക് ചെയ്യണം കേട്ടല്ലോ. കുറേ കലിപ്പുകളൊക്കെ ഉണ്ടാവും പോണ വഴിക്കെല്ലാം. അത്രേ ഉള്ളൂ. അറിഞ്ഞൂടാ, അതാണ്. എല്ലാത്തിനും ഭയങ്കര എളുപ്പമായിപ്പോയി. ഡെലിവറി പോയ എന്തും പറയും, ഇവന്മാർക്കൊന്നും വലിയ പിടിപാടില്ല എന്നുള്ളത്. പിടിപാടൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ തൊഴിലായിപ്പോയി, ജോലിയായിപ്പോയി, ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്നുണ്ടാകാതെ പോവുകയാണ്. പോടാ. ഓക്കെ, സമയമായി. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കൈമന. ഇവിടെ കറക്റ്റ് 4 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 12:45 ആയിട്ടുണ്ട്. ഇനി വിഷയമില്ല. ഈസ്റ്റർ ആയതുകൊണ്ട് നല്ല തിരക്കാണ് എല്ലാ റെസ്റ്റോറൻറ്റിലും. ഇഷ്ടംപോലെ ഓർഡേഴ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് ആദ്യത്തെ അരമണിക്ക് ഓർഡർ അടിച്ചിട്ട് എന്തുകൊണ്ട്? വാട്ട് ഈസ് ദ റീസൺ ഓഫ് ദാറ്റ് ഡിലേ? അതാണ് വിഷയം അല്ലേ? അതെന്തെങ്കിലും ആവട്ടെ. ഇപ്പോൾ ഇനി ഓർഡർ അടിച്ച് പോയാൽ മതി. വേറെ വിഷയങ്ങളൊന്നും ഇല്ല അല്ലേ? വിഷയങ്ങളുണ്ട്. കുറേ കമൻറ്റ്സ് കേട്ടാ. യൂട്യൂബില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടാ 2-3. അതിൽ ഒരുപാട് കമൻറ്റ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ചില ചൊറിയന്മാർക്ക് നല്ല കൊള്ളാണ് കേട്ടാ. കൊള്ളട്ടെ, ഒരു കുഴപ്പമൊന്നുമില്ല. നീയൊക്കെ കാണിക്കണമല്ലോ നമ്മൾ വിളിച്ച് പറഞ്ഞത്. ഇവിടെ അതിൽ കസ്റ്റമർ ആണെങ്കിൽ പോട്ടതൊക്കെ നമ്മളെ സിറ്റുവേഷൻ ആർക്കാരോടാ. കുറേ ഡെലിവറി ബോയ് എന്ന് പറഞ്ഞ് കുറേ കമൻറ്റ് ചെയ്യണം. ഞാനും ഡെലിവറി ബോയ് ആണ് ബ്രോ, നിങ്ങൾ പറയുന്നത് മണ്ടത്തരമാണ്, ചെറ്റത്തരമാണ്, മന്ദബുദ്ധിയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റ്സ്. എടാ, നീ ഇന്ന് ഡെലിവറി ബോയ് അല്ലടാ, നീ ഒരു 4 വെള്ളിയാഴ്ച പോയി കാണോ? അത്ര തന്നെ. നമ്മളൊക്കെ ഡെയിലി ഓടുന്ന ആൾക്കാരാണ്. നമ്മളെ സിറ്റുവേഷൻ, നമ്മളെ കഷ്ടപ്പെടുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ഈ 4 വെള്ളിയാഴ്ച ഇറങ്ങുന്ന ഡെലിവറി ബോയെ നിനക്കൊന്നും നമ്മളെ വേദന പറഞ്ഞാൽ മനസ്സിലാവില്ല. നീയൊക്കെ വലിയ കഷ്ടപ്പെട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ നീയൊക്കെ 2 മണിക്കൂർ 3 മണിക്കൂർ വർക്ക് ചെയ്യുമായിരിക്കും. ഇതൊക്കെ ചുമ്മയാണ്. അവൻ ഡെലിവറി ബോയ് ഒന്നുമില്ല. ഇങ്ങനെ ഡെലിവറി ബോയ് എന്ന് പറഞ്ഞ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവൻ എന്താ പറയുമ്പോൾ നമ്മളെ സൈഡിൽ നിന്ന് ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ കസ്റ്റമറിന് സപ്പോർട്ടീവായിട്ട് ഇരിക്കുമല്ലോ. മനസ്സിലായോ? അതാണ് നല്ല ഐഡിയ. അടി വെച്ചിട്ട് ഓട്. ഈ 4 വെള്ളിയാഴ്ച പോകണം ഡെലിവറി ബോയെ നീയൊക്കെ ഇതും പറഞ്ഞുകൊണ്ട് നമ്മളെ കൂട്ടത്തിൽ ഒന്നുകളല്ലേ. പയ്യന്മാർ പൊങ്കാലായിട്ട് കളയും. അടുത്തവൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, കുറ്റപ്പെടുത്താൻ വരില്ല. പിന്നെ ചില ആൾക്കാർ ഇതൊക്കെ ഇവിടെ ഒന്ന് പറയണം, ഇതൊക്കെ കസ്റ്റമർ കെയറിൽ പറയണം, അല്ലെങ്കിൽ കമ്പനി പറയണമെന്ന് പോയി. അതൊന്നും എൻ്റെ ഇഷ്ടം, ഞാൻ എവിടെ വേണമെങ്കിൽ പറയാം. അത് അറിയിക്കാനുള്ള കാരണം വേറെ ഒന്നുമില്ല. കുറച്ച് ആൾക്കാരെങ്കിലും കണ്ട് മാറൂല, ഇത്ര തന്നെ. പിന്നെ ചില ആൾക്കാരുണ്ട് എന്ത് കാണിച്ചാലും മാറൂല. അവന്മാർക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യണം. സിസ്റ്റം എന്താണ്? ഒരു ഫുഡ് ഓർഡർ ചെയ്താൽ അത് കറക്റ്റ് ഡോർ ഡെലിവറി എവിടെയാണോ അവിടെ കൊണ്ടെത്തിക്കണം. അത് ആകാശത്തായ പോലും. ചിലപ്പോൾ റോക്കറ്റ് പിടിച്ച് പോകേണ്ടി വരും. വിഷയമില്ല, റോക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പോകാമല്ലോ. റോക്കറ്റിലേക്ക് പറന്ന് പോകാൻ പറ്റുമോ? അതല്ല വിഷയം. പിന്നെ ഒരു കാര്യം, വയസ്സായ ആൾക്കാർക്ക്, കാല് കൈയും വയ്യാത്ത ആൾക്കാർക്കൊക്കെ ഞങ്ങൾ കൊണ്ടെത്തിക്കുക, ഒരു കുഴപ്പമില്ല. അത് എത്ര നിലയാലും ശരി. അല്ലാത്ത ഒരു കുരുല്ലാത്ത ആൾക്കാർക്കൊക്കെ ലിഫ്റ്റ് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പടികേറി വരേണ്ട ഒരു ആവശ്യമില്ല. ഇത് പറയാനുള്ള കാരണം വേറെ ഒന്നുമില്ല. ഞാൻ കഴിഞ്ഞ മാസം ഒരു ഓർഡർ എടുക്കാൻ ഒരു വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു കാലില്ലാത്ത ആളാണ്. ഒരു കാലേ ഉള്ളൂ പുള്ളിക്ക്, ഹാൻഡിക്യാപ്ഡ് ആണ്. പിന്നെ ബാക്കി സ്റ്റിക്ക് 2 കയ്യിലുണ്ട്. പുള്ളി എന്നെ കണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് വന്ന് ഗേറ്റ് തുറന്ന് വന്ന് ഫുഡ് വാങ്ങിച്ചു പോയി. ഞാൻ എന്നിട്ട് പറഞ്ഞ് ചേട്ടാ വരേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങോട്ട് വന്നോളാം. പുള്ളി കേട്ടില്ല. അത് മനുഷ്യൻ കണ്ട് പാടി കാലുള്ളമാരൊക്കെ. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും ചെയ്യാൻ പറയണില്ല. ഈ ലിഫ്റ്റ് കംപ്ലൈന്റ് ആകുമ്പോൾ ഒരു 4-5 നില കയറണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 10 നില കയറി വരാം. 10 നിങ്ങൾ ഇറങ്ങി വാന്നേ പറയണുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീയൊന്നും മനുഷ്യനില്ല. പിന്നെ കസ്റ്റമർ കെയർ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ ഉടനെ അവന്മാർ പൊളിത്തിക്കളായി. കസ്റ്റമർ കെയർ എന്ന് ഡെലിവറി ബോയ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവന്മാർക്ക് റെസ്റ്റോറൻറ്റ് കാര്യം കസ്റ്റമർ മാത്രമാണ് അവർക്ക് മെയിൻ. അല്ലാതെ നമ്മളെ അവർക്ക് ഒരു ആവശ്യമില്ല. നമ്മളൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുത്തേ പറ്റൂ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെയല്ലേ പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളടുത്തെങ്കിലും പറയണത്. അപ്പോൾ നിങ്ങളും കുറച്ച് പേരിങ്ങനെ പറയുമ്പോൾ നമ്മൾ പിന്നെ എവിടെ പോയി പറയാം നമ്മൾ വേദനയൊക്കെ? എന്നാൽ ഒന്ന് കയറി പിക്കോട്ടാ. അവിടെ നിന്ന് വണ്ടി വരണ വരട്ടെ. ഇനി ഞാൻ കയറി പോട്ടെ പയ്യ. ഓ, അവിടെ വണ്ടി കയറ്റണ. ഐസ്ക്രീം, കിവി ഐസ്ക്രീം ഒന്ന് എടുത്താലോ? ഇവിടെ വഴിയൊക്കെ ഉണ്ടല്ലോ. സുജ എപ്പോൾ വീണേ. ഇത് ചരിവുള്ള ഇറക്കമായിരുന്നു. അതാണ് പെട്ടെന്ന് കാല് ഒന്ന് ബാലൻസ് സെറ്റ് ചെയ്തത്. ഇതിൽ എങ്ങോട്ട് പോവാൻ? നേരെ പോയിട്ട് ലെഫ്റ്റ് കാണിക്കുന്നുണ്ട്. വണ്ടി എന്തായാലും പോയി നടന്നേ പോവുള്ളൂ. 136 ആകുമ്പോൾ ഇവിടെ വരും. 154 പറഞ്ഞു. ഇവിടെ എന്തോ ബോർഡ് വെച്ചിരിക്കുന്നത്, അമ്പുഡ് ഓൺ ഡ്യൂട്ടി.
ഓ ഈ പട്ടിയെ പേര് നമ്പിടൂ അല്ലേ? നമ്പിടൂ ഞാൻ പോകണം, നിൽക്കണില്ല. ഓർഡർ എടുക്കാൻ വന്നതാണ്. നമ്പിടു ചാടി വെളി വരുമോ? അൽസേഷൻ പട്ടിയാണ് നമ്പിടു. കാണുമ്പോലില്ല, ഇവിടെ നിൽക്കണം, ഡേഞ്ചറാണ്. ഹൗസ് നമ്പർ 136 അല്ലേ? ഇവിടെ 155 കാണിക്കുന്നത്. ഇത് എങ്ങോട്ട് മാപ്പ് കാണിക്കണത്? പന്ന മാപ്പ് കറക്റ്റ് ഹൗസ് നമ്പർ നോക്കി ഇവിടെ പറഞ്ഞുള്ളത്. ഈ മുടുക്കിലായിരിക്കും ചിലപ്പോൾ. 153 പറഞ്ഞു. ഇവിടെയാണല്ലോ, അപ്പുറത്തെ ലെഫ്റ്റ് ആയിരിക്കും മിക്കാറ്. ഇതിൻ്റെ അകത്ത് ആയിരിക്കും പറഞ്ഞത്. ഇവിടെ തന്നെ പറഞ്ഞ തോന്നുന്നു. 140 പറഞ്ഞു. 133 ആണെങ്കിൽ 134 ആ വീടായിരിക്കും. 135 ഇത് ഇവിടെയാണോ? ഓക്കെ ഓക്കെ, മാപ്പ് അപ്പുറത്ത് കാണിച്ച് സ്കാൻ ചെയ്താൽ മതി. ശരി, ഓക്കെ പോകുന്ന. ഫസ്റ്റ് ഓർഡർ ഡെലിവേർഡ്. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 51 രൂപ 96 പൈസയാണ്. ഇപ്പോൾ ഇന്നത്തെ സൺഡേ ഓഫർ എന്ന് പറയുന്നത് 18 ഓർഡറിന് 450 ഇൻസെൻറ്റീവാണ്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു 9 ഓർഡർ, വൈകുന്നേരം ഒരു 9 ഓർഡർ, 18 ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ ഒരു 1300 കൈ കിട്ടും, എല്ലാം കൂടെ ചേർത്ത്. അയ്യോ, ചെറിയ ഓർഡർ. കരമന നേമം, ഇറാനി റെസ്റ്റോറൻറ്റ് നേമം കരമന. കുഴപ്പമില്ല, ചെറിയ ഓർഡർ നല്ലതിനാണ്. ഓർഡർ കയറുമല്ലോ. കമോൺ കൊയ്ക്ക്. ടോറസിൻ്റെ ബാക്കിലുണ്ട്, വണ്ടി ഇറത്താം. വാ, അത് അടുത്ത ഓർഡർ അടിച്ച്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ഇറാനി തന്നെ 2 ഓർഡറാ. റീച്ച് ലൊക്കേഷൻ ഒന്ന് റെഡിയായില്ല. 0706 0706. ചിക്കൻ സോഫ്റ്റ് നൂഡിൽസ്, ചിക്കൻ ചില്ലി ചിക്കൻ ഡ്രൈ പിക്ഡ്. ഇനി അടുത്ത ഓർഡർ റെഡി ആകുമ്പോൾ വെയിറ്റ് ചെയ്യാം. പെരി അൽഫാമാണ്, ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് റെഡി ആവും. കുഴപ്പമില്ല, വലിയ പോസ്റ്റ് ആയില്ല. പിക്ഡ് നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്, ഒരു രക്ഷയില്ല. പക്ഷേ നമുക്കത് വിഷയമില്ല, നമ്മളത് ശീലിച്ചു പോയി. ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ വിഷയങ്ങളില്ലാതെ വർക്ക് ചെയ്യാൻ നമുക്ക് വലിയ വിഷയങ്ങളൊന്നുമില്ല. വിഷയം കുറേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്ന് കാര്യമാക്കല്, ജസ്റ്റ് നമ്മളൊരു സ്ലാങ് ആണ് അതൊക്കെ അല്ലേ? അപ്പോൾ അതൊന്നും വിഷയമില്ല. അതാണ് ഉറുമീസ്, അതുപോലെ ആയിപ്പോൾ അല്ലേ? ഓക്കെ, ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞത് കരമന പ്രേംനഗറാണ്. ഇവിടെ കറക്റ്റ് 1.4 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 1:15 ഇതാണ്. ഫുള്ളും ബാരിയേഡ് വെച്ചിട്ടുണ്ടാ. ഇന്നലെ ഇവിടെ നരേന്ദ്രമോദി വന്നായിരുന്നു. അപ്പോൾ ഞാൻ ജോലിക്ക് ഇറങ്ങിയില്ല. ഒന്നാതെ അറിയാമല്ലോ, ചുമ്മാ ബ്ലോക്ക് ആവും. ഇതിൽ പ്രൈം മിനിസ്റ്റർ മോദി വന്നു കഴിഞ്ഞാൽ എന്ത് ബ്ലോക്കാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് വെറുതെ ഇറങ്ങി എന്തിനും ആവശ്യമില്ല പൈസ കളയണത്. പിന്നെ മോദി കാണാൻ വേണ്ടി വെളി ഇറങ്ങായിരുന്നു. ഇപ്പോൾ നമുക്ക് വേറെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അത് നോക്കണ്ടേ. നമ്മൾ ജോലിക്ക് പോയാലും നമുക്ക് പൈസ കിട്ടുള്ളൂ. 110. ഇന്ന് നോക്കട്ടെ, പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് കൂൾ ഡ്രിങ്ക്സ് വിതരണം ചെയ്യാം. ഇന്ന് ഫുൾ തിരക്കാണ്, കണ്ടല്ലോ. കുറേ ഓർഡർ ഉണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ നിൽക്കാൻ പോയി കഴിഞ്ഞാൽ ഉള്ള ഓർഡറും കുറയും, പൈസയും കുറയും. കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. ഓക്കെ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതുപോലത്തെ വീട് ഭാവിയിൽ വാങ്ങണം കേട്ടോ. എന്തായാലും വാങ്ങിച്ചേ, നാളെ ആവട്ടെ. ആരും ഇറങ്ങി വന്നില്ലല്ലോ. കോൾ ചെയ്യാം. കൊള്ളാം അല്ലേ? നല്ല ഏരിയ. ഹലോ, ആരുമില്ല ഇവിടെ? സൊമാറ്റോ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. നന്ദു ടൂറിസം ബില്ല എടുക്കണല്ലോ, വിളിച്ചിട്ട് ഒന്ന് വിളിച്ചു പോട്ടാ. ശരി, വാ ഒന്ന് വിളിച്ചു നോക്കാം. ചിലപ്പോൾ ഈ ലൊക്കേഷൻ ലാൻഡ് മാർക്ക് ആക്കിയിട്ട് അപ്പുറത്തെ വീടുകളായിരിക്കും. കസ്റ്റമർ വിളിച്ചിട്ട് ഫോൺ എടുക്കല. ഒരു കാര്യം ചെയ്യാം, ഫുഡ് വെച്ചിട്ട് പോകാൻ പറഞ്ഞ്. അതിൽ ഓൺലൈൻ പേയ്മെൻ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവിടെ കേട്ടോ, കൊടുത്താൽ മതി. നന്ദു ആണ് പേര്, ടൂറിസം ബില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, സമയമായിക്കോട്ടെ. അടുത്ത ഓർഡർ എടുക്കാനുണ്ട്. ചിലപ്പോൾ അവിടെ ഗസ്റ്റുകളായിരിക്കും, ബാത്റൂമിൽ കുളിക്കാൻ വല്ല പോയി കാണും, അതുകൊണ്ടായിരിക്കാം. ശരി, വാ നമുക്ക് സമയം. ഇപ്പോൾ അടുത്ത പോകേണ്ട ലൊക്കേഷൻ അവിടെ കരമന യമുന നഗറാ. 7th നഗർ, ഹൗസ് നമ്പർ 77. ഇവിടെ തന്നെ വെയിറ്റ്. ഓക്കെ ഓർഡർ ഡെലിവറി. ഓക്കെ, ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 35 രൂപ 50 പൈസ, അത്രേ ഉള്ളൂ. പക്ഷേ ഞായറാഴ്ച ഒരു 50 കിട്ടണ്ടേ 2 ഓർഡറിനല്ലേ? സത്യം പറഞ്ഞ സൊമാറ്റോക്കാർ അടിച്ച് വാങ്ങി കസ്റ്റമറെ ഡബിളായിട്ട്. നമുക്ക് തരുന്ന ഒറ്റ പേയ്മെൻ്റ് ആയിരിക്കും, കാരണം അത് ഒരേ വഴിക്കുള്ളതല്ലേ. കുഴപ്പമില്ല, തേക്കിട്ട്. അടുത്ത ഓർഡർ വെച്ചിട്ട് കുമാർ കഫേയിൽ ഡബിൾ ഓർഡറാണ്, ആക്സെപ്റ്റ്. ദയവായി 2 ഓർഡർക്ക് പോയ ഉടനെ റെഡി കാണിക്കണം. ഒന്ന് റെഡിയായില്ല. ഒന്നെങ്കിലും റെഡി ആയല്ലോ, അത് തന്നെ വലിയ വിഷയം. തിരക്ക് കുറവായിരിക്കും. എന്ത് പറ്റി സാറ്? നമ്മൾ ആൾക്കാരെ വണ്ടി നിറഞ്ഞ് നിൽക്കുമല്ലോ, 1-2 വണ്ടിയേ ഉള്ളൂ. അകത്ത് ആൾ കുറവായിരിക്കണം. ഇത് റെഡി ആയിട്ടുണ്ടേ. 8297 അവിടെ നല്ല വലിയ ഓർഡറാണ്. അത് പിക്ക് ചെയ്യാം. അടി പിടിച്ചില്ലെങ്കിൽ പൊട്ടിപ്പോവും. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഓർഡർ ഉണ്ട്, അത് ബാഗ് വയ്ക്കാം. പാർട്ടി 1 തുടങ്ങട്ടുമാ, അതിരടി കളപ്പെട്ടുമാ. നല്ല വെയിറ്റ് ഉണ്ട് ഈ ഓർഡർ. യൂണിയൻകാരുടെ കൈ കെട്ടി കഴിഞ്ഞാൽ അവർ വെയിറ്റിന് എക്സ്ട്രാ ചാർജ് വാങ്ങിക്കും. നമ്മളായിട്ടൊന്നും വാങ്ങിയില്ല. അതെ, ഓക്കെ, റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഓർഡർ കുറച്ച് ഡിലേ ആയി, എന്നാലും കുഴപ്പമില്ല. സാധനം കെട്ടി ഒരു 15 മിനിറ്റ് പോയി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ മണക്കാടാണ്. ഇവിടുന്ന് കറക്റ്റ് 1.6 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 1:53 ആയിട്ടുണ്ട്, 2 hour-ആയി. എല്ലാ പാർട്ടിക്കാരും അവരവരുടെ ന്യായവും അവരുടെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം വെളിയിൽ പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നത്. നെഗറ്റീവായ കാര്യങ്ങൾ നമുക്ക് മാത്രമേ അറിയുള്ളൂ. അത് നമ്മൾ കണ്ടുപിടിച്ച് ആർക്കാണ് കൂടുതൽ നെഗറ്റീവ് ഉള്ളത് അവരെ മാത്രം അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള നല്ല ആൾക്കാരെ മാത്രം വോട്ട് ചെയ്യുക, അത്ര തന്നെ. അപ്പോൾ ഇനിയൊരു ചാൻസ് 5 വർഷം കഴിഞ്ഞേ കിട്ടുള്ളൂ, അതുകൊണ്ട് കറക്റ്റ് യൂസ് ചെയ്തോ. ഹൗസ് നമ്പർ 16 ആ വീട് തന്നെ. 8297 വലിയ ഓർഡർ, നല്ല വെയിറ്റ് ഉള്ള ഓർഡറാണ്. കൊണ്ടുപോകാൻ ആരായി ഉണ്ടോ? നല്ല വെയിറ്റ് ഉണ്ട്, പിടിക്കണേ. അടി പിടിച്ചോണേ, വെയിറ്റ് ഉണ്ട്. ഓക്കെ പോകുന്നേ.
ഇനി അടുത്ത പോകേണ്ട എവിടെ? നമ്മൾ അടുത്ത പോകേണ്ട ലൊക്കേഷൻ അമ്പലത്തറ. ഇവിടുന്ന് കറക്റ്റ് 4 കിലോമീറ്റർ ദൂരമുണ്ട്. ഒന്ന് നമുക്ക് കൊഞ്ചിലുള്ള വഴി പോകാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മണക്കാട് ജംഗ്ഷൻ പോയിട്ട് അങ്ങനെയും പോകാം. എല്ലാവരെയും ദൂരം തന്നെ. ഇവിടെ കുറച്ച് വണ്ടികൾ കൂടുതലായിരിക്കും, റോഡ് സ്ട്രൈറ്റ് ആയിരിക്കും, അവിടെ കുറച്ച് വളവും തിരിവും കാണാം. അത്രയാണ്. എന്തായാലും ഞായറാഴ്ചയല്ലേ, വലിയ തിരക്ക് കാണില്ല. ഇതുവരെ തന്നെ പോകാം. ഓക്കെ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ് കസ്റ്റമറുടെ വീട്. ഇവിടെ എവിടെയാണ് തുറക്കേണ്ട ഡോറ്? ഇവിടെ ഇതിങ്ങനെ കിടക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കുമോ? ഒറ്റയിട്ടിരിക്കണ്. ഇവിടെ തുറക്കാനായിട്ട് നമുക്ക് പേടിയൊന്നുമില്ല. ശരി, കുഴപ്പമില്ല, തുറന്ന്. എന്തോന്ന് കഥ ഇത്, കോമഡി ആയിരിക്കണം. അവിടെയാണോ ഫുഡ് ഓർഡർ ചെയ്തത്? ദിബിനല്ലേ? ഓക്കെ, ശരി. ഓക്കെ, ഓർഡർ ഡെലിവേർഡ് കഴിഞ്ഞ്. കുറച്ച് വെള്ളം കുടിച്ചല്ലോ, ഭയങ്കര വെള്ളം ദാഹം. ഹെൽമെറ്റ് ഒന്ന് ഊരട്ട്. അടുത്ത ഓർഡർ അടിച്ച് കോൾ പറഞ്ഞു. ഓർഡറൊക്കെ ഗ്രീൻ പിസേറിയ ഓർഡർ. ഓക്കെ, ഗ്രീൻ പിസേറിയ ഇവിടെ നിന്ന് കറക്റ്റ് 1.1 കിലോമീറ്റർ ദൂരമുണ്ട്. നേരെ പോയിട്ട് റൈറ്റ് പോയാൽ മതി. ഓക്കെ, റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടില്ല, വെയിറ്റ് ചെയ്യാം. ഇവിടുത്തെ മെയിൻ ഐറ്റം പിസയാണ്. പിന്നെ എന്തൊക്കെ ഉണ്ട്? ബർഗറുണ്ട്, ബ്രോസ്റ്റ്, റോൾസ്, പിന്നെ ഡ്രിങ്ക്സ്, ജ്യൂസൊക്കെ ഉണ്ട്. ഓക്കെ, ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ്, വാട്ടർമെലൺ ജ്യൂസ്. 6384 തീയല്ലോ. വണ്ടി ലുക്ക് അല്ല ബൈസൺ, ഒരു രക്ഷയില്ല. എന്ത് ചെയ്യാം, നമ്മളെ വണ്ടി എത്ര ഗ്ലാമറായിപ്പോയി. വണ്ടി മാത്രമല്ല, ഞാനെത്ര ഗ്ലാമർ തന്നെ അല്ലേ, വെളി പറയുന്നേ ഉള്ളൂ. നമുക്ക് ഈ സ്വന്തമായിട്ട് പോയെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മരുതൂർക്കടവാണ്. 2 റൂട്ടുണ്ട്, നേരെയും പോവാം, ബാക്കിലോട്ടും പോവാം. അപ്പോൾ നമുക്ക് നേരെ പോകേണ്ട ബാക്ക് വഴി പോവാം. അതാണ് കുറച്ച് എളുപ്പമുള്ള റൂട്ട്. ഇവിടുന്ന് 2.8 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റാണ് കാണിക്കണത്. ലെഫ്റ്റ് എവിടെ? അവിടെ ഒരു കാർ നിൽക്കണം. സൂപ്പർ, ഇന്നിനി പോയ പോലെ തന്നെ. മര്യാദയ്ക്ക് ആ വഴി വെക്കൂടെ? എന്തിന് ഇതൊക്കെ? ഈ കോണാണ് പെട്ടെന്ന് പോകണമെന്ന്. ഇവിടുന്ന് മറന്ന വീടാ. അവിടെ നിന്ന് ആട്ടം നിൽക്കണം ഫ്രണ്ടിൽ. അപ്പോൾ എല്ലാം കൊണ്ട് സൂപ്പറായിരിക്കണം കേട്ടോ. ആട്ടം മാക്സിമം ഒതുങ്ങി നിൽക്കുകയാണ് പാവം കേട്ടോ. അങ്ങനെ ഒതുക്കി അറ്റം ആയിക്കോളാം. ഇനി ഒതുങ്ങാൻ സ്ഥലമില്ല. ഇനി വേണമെങ്കിൽ മതിലപ്പുറത്ത് ചാടി ഇറങ്ങണം. തട്ടും ഗ്ലാസ് തട്ടും. ഒയ്യോ, ഇവിടെയാണെങ്കിൽ ഇപ്പോൾ തട്ടും. രണ്ടും തൊട്ടും തൊടാതെ പോകണം കേട്ടോ. തൊട്ടില്ല. ഇല്ല തട്ടൂല. പോട്ട്. സൂപ്പർ. ഒരു കാര്യം ചെയ്യണം, ഞാൻ കയറി പോട്ട്. നിങ്ങളൊക്കെ പിന്നെ പോവും. അവിടെ നിന്ന് വണ്ടി വരാൻ. അയ്യോ, ഇല്ല, ഞാൻ കയറി ആദ്യം പോക്കിയോട്ട്. ഇപ്പുറത്ത് പോയാൽ ഓട, അപ്പുറത്താണെങ്കിൽ വണ്ടി. ഓക്കെ. ഇനി ഈ ജന്മത്തി വഴി വരിക. എളുപ്പ വഴി എന്ന് പറഞ്ഞ് കയറിയതാണ്. അതാണ് ഏറ്റവും പാട്. ഇപ്പോൾ ഹായ്, സുഖമാണോ? നല്ല സുഖമുണ്ടല്ലോ വെയിലത്ത് നടക്കാൻ. നമ്മൾ വെയിലത്ത് നടക്കുന്നു, അതും വെയിലത്ത് നടക്കണം. ഇതാണ് കാലടി സൗത്ത് ബോയ്സ്. ഭക്തജനങ്ങൾക്ക് സ്വാഗതം. ഇതൊക്കെ മാറ്റിയില്ലേ, പൊങ്കാലൊക്കെ വെച്ച പോടല്ലേ. ചെറിയൊരു പാലം. ഇവിടേക്കൂടെയൊക്കെ ലെഫ്റ്റ് റൈറ്റും എടുത്ത് എവിടെയൊക്കെ എത്തി ഞാൻ ഇപ്പോൾ. ഇതാത് ലൊക്കേഷൻ. ഇതാണ് കാലടിയിൽ കുഴപ്പം. അവിടെ കുറേ ലെഫ്റ്റ് റൈറ്റ് ഉണ്ട്, മേസ് പോലെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ മെയിൻ റോഡ് കയറാൻ ഇങ്ങോട്ട് പോകണം, ഒരു പിടിയില്ല. ഇവിടെ ഒരു 100 വട്ടം കാര്യം ഇറങ്ങിയാലും നമുക്ക് റൂട്ട് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ഇങ്ങോട്ട് ഒതുക്ക്. ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഓക്കെ, ശരിയാണ്. ഓർഡർ ഡെലിവറി. നല്ല കസ്റ്റമർ കേട്ടോ, ചിരിച്ചുകൊണ്ട് താങ്ക്സ് പറയാനുണ്ടാ. സത്യം പറഞ്ഞാൽ നമ്മൾ ഡെലിവറി ചെയ്യുന്ന നേരത്തെ എല്ലാ കസ്റ്റമറും ചീത്ത കസ്റ്റമറൊന്നും ഇല്ല. 100-ൽ 10% ഉള്ളൂ. ബാക്കിയുള്ള 90% ആൾക്കാർ വലിയ കുഴപ്പമില്ല. ആ 10% മതിയല്ലോ നമ്മളെ മൂഡ് ഓഫ് ആക്കാൻ വേണ്ടിയിട്ടല്ലേ. നമ്മളങ്ങനെ മരുതൂർക്കട ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് നിൽക്കാം. ചെറിയൊരു ക്ഷീണം പോലെ, അത്രയാണ്. നല്ല വെയിലല്ലേ, അതുകൊണ്ട്. അതല്ല റോഡ് ഭയങ്കര മോശമായിരിക്കണം. ഓക്കെ, പോയാലോ. ഇവിടുന്ന് ഇങ്ങോട്ട് പോകാം. ലെഫ്റ്റ് പോയാൽ മണക്കാട്, റൈറ്റ് പോയി കഴിഞ്ഞാൽ പാപ്പനംകോട്. റൈറ്റിൽ നിന്ന് പോവാം. മണക്കാട് ദൂരം കൂടുതലാണ്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇറാനി റെസ്റ്റോറൻറ്റ് കരമന. ഞാൻ കൊണ്ട് വണ്ടി വയ്ക്കാൻ വിചാരിച്ചപ്പോൾ ഒരാൾ കൊണ്ട് കയറി. ശരി, കുഴപ്പമില്ല. നമുക്ക് ഈ സൈഡിൽ വയ്ക്കാം. നമ്മളിപ്പം പോകുമല്ലോ. റെഡി ആയിട്ടില്ല, പ്രിപ്പയറിംഗ് ആണ്. വണ്ടി ഇവിടെ വച്ചിരുന്നാൽ ശരിയാവോ? പക്ഷേ വണ്ടി വയ്ക്കാൻ സ്ഥലമൊക്കെ കൊണ്ട് വയ്ക്കണമെങ്കിൽ പോയി കുഴപ്പമില്ല, അവിടെ ഒതുങ്ങിയിരിക്കുകയല്ലേ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. 4942 പൊറോട്ട ആൻഡ് ചിക്കൻ റോസ്റ്റ് ഓർഡർ പിക്ഡ്. ഇവിടെ റെസ്റ്റോറൻറ്റിലെ ഒരാളുണ്ട്, കറക്റ്റ് പ്രഭുദേവൻ അതേ ലുക്ക് കേട്ടോ. പുള്ളി ഇപ്പോൾ ഇവിടെ ഇല്ല, നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ കണ്ടപ്പോൾ അതിശയമായി. ഇപ്പോൾ എനിക്ക് പുള്ളിയുടെ മിണ്ടൻ ആഗ്രഹമുണ്ട്, സെൽഫി എടുക്കണം ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ എന്തിനാവശ്യമില്ലാതെ അല്ലേ അവർ പണിയെടുത്തോണ്ടിരിക്കണം നമ്മൾ ഏറെ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ സ്നേഹപൂരിയാണ്. ഇവിടെ കറക്റ്റ് 2.6 കിലോമീറ്റർ ദൂരമുണ്ട്. പണി ഇപ്പോൾ 2:55. ഈ 5 മിനിറ്റ് സമയമേ ഉള്ളൂ 3 ആവാനായിട്ട്. അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം ഓട്ടോമാറ്റിക്കായിട്ട്. ലൊക്കേഷൻ എത്താറായി. ഇത് തന്നെ വീട്. അല്ല, വലിയ വീടാണല്ലോ, ഇതായിരിക്കും. ഞാൻ അവിടെ എത്തിയായിരുന്നു ലൊക്കേഷനിൽ. എത്തി. ഇവിടെ നിൽപ്പുണ്ട്, ഗാരൻ്റെ അവിടെ നിൽക്കുകയാണ്. അവിടെയാണോ? ഓക്കെ, അപ്പുറത്തായിരിക്കും. ഇത് വഴിയാ? ഓക്കെ, ശരിയെന്നാ. ഓക്കെ, ഇവിടെ ആരും വീടല്ലേ, ആരച്ചി വലിയ വീട്ടിലായിരിക്കും. ശരി, കുഴപ്പമില്ല, അവിടെ കൊടുക്കാത്ത ഭാഗ്യം. ഓർഡർ ഡെലിവേർഡ്. നല്ല കസ്റ്റമർ, ഫുൾ മാർക്ക് കൊടുത്തു ചോദിച്ചേ. ഓക്കെ, ഇപ്പോൾ അടുത്ത നെക്സ്റ്റ് ഓർഡർ വേണമെങ്കിൽ കൊടുക്കാം. ഓഫ്ലൈൻ ആയിട്ടില്ല, മണി 3 കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഓർഡർ അടിക്കണമെങ്കിൽ അതും കൂടെ കൊടുത്തിട്ട് പോകാം. കുറച്ച് മുമ്പ് ഒരു മെസ്സേജ് വന്നു ഇൻസ്റ്റാഗ്രാമിൽ. പുള്ളി കൊറിയർ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിയുടെ വിഷമം പുള്ളി പറഞ്ഞു, അതും കൂടെ പറയാൻ പറഞ്ഞു വ്ളോഗിൻ്റെ അകത്ത്. ഇതോ അവിടെ കൂട്ടം തിരക്കിടിച്ച് ആക്സിഡൻ്റ് ആയാ.
ഓഹോ ഇടിച്ച് ബാക്ക് പൊട്ടിയാ. ഇവിടെ ഒന്നും വലിയ ട്രാഫിക്കൊന്നും ഇല്ല, ഇവിടെ സ്പീഡ് കൂടുതലാണ്, നല്ല വളവും തിരിവുണ്ടല്ലോ. ശരി, നമ്മൾ പറഞ്ഞത് കാര്യം ഇവിടെ നമ്മളെ കൊറിയർ ബോയെ പറ്റിയാ. അങ്ങനെ ഈ കൊറിയർ ചെയ്യുന്ന ആളുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ പുള്ളി ഡെലിവറിക്ക് പോകാൻ നേരത്ത് കസ്റ്റമർ വിളിച്ച് പറയും ഈ സാധനം എനിക്ക് ഈ സാധനം വേണ്ട, ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ അത്ര ദൂരം ഓടിയ പേയ്മെൻറ്റ് പുള്ളി കിട്ടൂല. ഇതൊരു വിഷയമാണ്. അതേപോലത്തെ വേറൊരു പ്രശ്നമുണ്ട്. ചില കസ്റ്റമർ വിളിച്ച് പറയും ഇതുപോലെ ഇന്ന് വേണ്ട നാളത്തേക്ക് ഡെലിവറി ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ അവിടെ വരെ ഓടിയിട്ട് പിന്നെ നാളെയും പിന്നെ അതേപോലെ അത്രയും ദൂരം ഓടുമ്പോൾ കിട്ടുന്ന പേയ്മെൻറ്റ് ഒരേ പേയ്മെൻറ്റ് ആയിരിക്കും, ഡബിൾ ചാർജൊന്നും ഇല്ല. അപ്പോൾ അതും വലിയ നഷ്ടമാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതുപോലെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ ഡെലിവറി ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ആൾക്കാർ ഒന്നേ ആലോചിക്കുക, എത്ര വെയിലായാലും എത്ര മഴയായാലും നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് അതുവരെ നമ്മൾ വരെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലാഭം വേണം, മനസ്സിലായ? ഓർഡർ അടിക്കണില്ല, വീട്ടിൽ പോയാലോ. എന്ത് പറയുന്നത്, എത്ര ഓർഡറായി മൊത്തം? 1 2 3 4 5 മൊത്തം 7 ഓർഡർ ആയുള്ളൂ. ഓക്കെ, ഇങ്ങനെ സൊമാറ്റോ ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ടുണ്ട്. ഭാഗ്യത്തിന് ഗെഗ് ബുക്ക് ചെയ്യാത്ത ഭാഗ്യം. ഇനി ഓർഡറൊന്നും ഇല്ല അങ്ങോട്ട്, വെറുതെ 1 മണിക്കൂർ ബുക്ക് ചെയ്തെങ്കിൽ ചുമ്മാ നിൽക്കേണ്ടത്. ഓക്കെ, ബാ വീട്ടിൽ പോകാം. കമോൺ കമോൺ. ചേട്ടാ 10 സംഭാരം ഉണ്ടാ തീർന്നു പോയാ? സമയത്ത് വെള്ളം കുടിക്കണം. എന്നാ ഡ്രോപ്പ് ചെയ്യണം. കാണാനുണ്ടോ ബ്ലോഗ് നമ്മളെ? ഓക്കെ ശരി, ഫുഡ് കഴിച്ചാ? ഓക്കെ ഓക്കെ ശരി, നടക്കട്ടെ. ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് വർക്ക് ചെയ്യണം കേട്ടല്ലോ. കേട്ടോ, ഓക്കെ. ഫുഡ് കഴിച്ചാ? ഓക്കെ, വെരി ഗുഡ്. ഡ്രിങ്ക്സ് കുടിച്ചിട്ട് വർക്ക് ചെയ്യണം. ഇതിലോട്ട് വെള്ളോടിയല്ല, കൂൾ ഡ്രിങ്ക്സ്. അതിന് ഇത്ര 2 ബാക്കിയുണ്ട്. ഇത് കൊള്ളാം, ട്രാഫിക്കാണ്, നല്ല കമ്പനിയാണ്. ഇവിടെ പോണം, വെള്ളം കുടിച്ചിട്ട് പോ. വെള്ളം കുടിച്ചിട്ട് പോ, ചുമ്മാ. എന്ത് വേണ്ടേ? എന്ത് ക്യാമറ കൊണ്ടാണോ? ക്യാമറ കൊണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്യണമല്ല, ഞാൻ ജോലിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഇതുപോലെ സ്പോൺസർ ചെയ്യുന്ന ആൾ കാനഡയിൽ നിന്ന്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ആൾക്കാരെ കൊടുത്തു പോകാൻ പറഞ്ഞ്, പറ്റുമെങ്കിൽ വാങ്ങിക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ക്യാമറ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളുമില്ല ഞാൻ. ഓക്കെ ഓക്കെ. ഞാൻ സത്യം കൊടുത്തിട്ട് പോകും, നിൽക്കില്ല. പിന്നെ നിങ്ങൾ പിന്നെ ചോദിക്കണോണ്ട് ഞാൻ അത്രയും പറഞ്ഞത്. ഓക്കെ, ഞാൻ നിങ്ങളെപ്പോലത്തെ ആളെ, നിങ്ങളാളെ ഞാനും, മനസ്സിലായി? ഓക്കെ ശരി, നോക്കി പോണേ. ഇല്ല ഇല്ല ഇല്ല, എൻ്റെ ചാനൽ നോക്കിയാൽ മതി, KLTനാണ് ഞാനിതിൽ വർക്ക് ചെയ്യുന്ന ആളെ. ശരി, പോട്ട് പോട്ടെ. ഓക്കെ ഓക്കെ. സംഭവം അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം കുറേ ആൾക്കാർ ക്യാമറ വെച്ചുകൊണ്ട് ഇങ്ങനെ സഹായം ചെയ്യും. നമ്മൾ ആ ടൈപ്പില്ല, നമ്മൾ കൊടുത്തിട്ട് ഉടനെ പോകണം, നിൽക്കാതെ. മനസ്സിലായ? പുള്ളി നമ്മളെ തെറ്റിദ്ധരിച്ച്, കുഴപ്പമില്ല, നമ്മൾ ക്ലാരിഫൈ ചെയ്തല്ലോ, വേറെ വിഷയമില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ, അതും കൂടെ കൊടുത്തിട്ട് പോകുന്ന വഴിക്ക് ആർക്കെങ്കിലും. ഓക്കെ, നമ്മളൊരു വീഡിയോ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജ്യൂസ് ബാക്കിയുണ്ട്, ഇത് ഞാൻ കുടിക്കാൻ പോവുകയാണ്. കാരണം നിങ്ങളിൽ ഒരാളാണ് ഞാനും കൂടി. അപ്പോൾ ഞാൻ കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല അല്ലേ? നേരത്തെ ആ പുള്ളി ക്യാമറ കണ്ടാൽ ഒരുമാതിരി തോന്നിയില്ലേ, അതുകൊണ്ട് ആ തോന്നൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുടിക്കാൻ പോണത്. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് തന്നെ. ഓക്കെ, അപ്പോൾ പൊളി കേട്ടാ, കൊള്ളാം. അധികം ഷുഗറൊന്നുമില്ല, കറക്റ്റ് ഒരു ഫ്രഷ് ജ്യൂസ് പോലെ. ഇതിന്ന് പോയി അയ്യോ, വേറെ മനസ്സിലാമേ, ഇത് പോയി. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് ഇത് പോയി. പിടിച്ചു പിടിച്ചു, കൊള്ളാം. ഓ എന്തൊരു വെയിൽ കേട്ടാ, സത്യം പറഞ്ഞാൽ തളർന്ന്. പിന്നെ നല്ല പോലെ ആഹാരം കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ട് നേരത്തെ പോകണം. നേരത്തെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻസെൻറ്റീവ് എടുക്കാൻ പറ്റുള്ളൂ, 450 രൂപയ്ക്ക്. എന്താ വിഷയത്തി എൻ്റെ കേട്ടാ, അമ്മയും കുറച്ച് കൊടുത്തു. ആപ്പാടെ കുറച്ചേ ഉള്ളൂ, ഒരു 3 ഷെയർ. ശരി, എൻ്റെ കേട്ടാ, നീ പറയണ്ടേ പറ. എങ്ങനെയുണ്ട് വെക്കേഷനൊക്കെ? ബോറടിക്കണ? ബോറടിക്കണം. അപ്പൊ സ്കൂളിൽ പോകാം. യാണി പാമ്പ് കളിച്ചോണ്ടിരിക്കുന്നത്. യാണി പാമ്പ് അല്ലേ? കൊള്ളാൻ പോ. ഞാൻ അവർക്ക് വേണ്ടി യാണി പാമ്പ് അടിച്ചു കൊടുത്ത്. ചുമ്മാ ഫോണിൽ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് അത് കാണിക്കോ, കളിച്ചോ, അത് കാണിച്ചു കൊടുത്തു. യാണി പാമ്പ് ഇത് കോയിൻസ്. ഡൈസ്, ആ ഡൈസ് കൊള്ളൂല. 2ാം പോയി വാങ്ങിച്ചു. ഇവർക്ക് കളി നോക്കാൻ പാടില്ല, തോറ്റേക്ക് അറിയും. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ലക്കിന് ജയിക്കുന്ന ഗെയിമാണ്. ഇതിൽ ഒരു കഴിവുമില്ല ഈ ഗെയിമിൽ. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ ജയിക്കാൻ, ആരോട് നോക്കാം. അതാണ് ഗെയിം. അതുകൊണ്ട് സൂപ്പറല്ലേ? അപ്പൊ എല്ലാവരും വീട്ടിൽ ഇതുപോലത്തെ ഗെയിംസ് ഒക്കെ വാങ്ങി കളിക്കുക. ഇത് ക്യാരം ബോർഡ്, ചെസ് ഒക്കെ വാങ്ങിച്ച് ഇൻഡോർ ഗെയിമായിട്ട് കളിക്കുക. വെയിലത്ത് പുറത്തിറങ്ങാൻ അധികം ഇറങ്ങല്ല, നമ്മളെ പോലെ ഒന്നും നമുക്ക് വേറെ വഴിയില്ല. കൂടുതൽ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഇതുപോലത്തെ ഗെയിംസിലൊക്കെ കൂടുതൽ ഇൻവോൾവ് ആയി എല്ലാവരും ഫാമിലിയിൽ ഒന്നിച്ചിട്ട് കളിക്കണം. ഓക്കെ, ലുഡോ ഉണ്ട്. ലുഡോ അത് ഭയങ്കര സ്പാട്ട് ഇട്ടാ, ഒരു 2 മണിക്കൂറോ കളിച്ചിരുന്നെങ്കിൽ. അത് പറ്റൂല, മറ്റേ കൊള്ളാം, ഈസി തീരും പെട്ടെന്ന്. ഓക്കെ, അപ്പൊ എൻ്റെ ഏട്ടാ എന്റെയാ. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും കുറച്ചേരം സെന്റ് അടിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ഓൺ ആകുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. എല്ലാ പേജ് കട്ടൊക്കെ നിൽക്കണം.